ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ദേവസ്വം ബോർഡ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സോഫ്റ്റ്വെയർ പുതുക്കൽ പൂർത്തിയായിരിക്കുന്നു. 439 ഒഴിവിലേക്കുള്ള വിജ്ഞാപനം ഉടനെ തന്നെ, അതായത് മാർച്ച് ആദ്യം തന്നെ ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് പറയുന്നത്. അപ്പോൾ ദേവജാലിക എന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സോഫ്റ്റ്വെയർ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മാർച്ചിൽ തന്നെ ഇതിന്റെ വിജ്ഞാപനം, അതായത് 439 തസ്തികകളിലേക്കുള്ള ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വിജ്ഞാപനം വരുന്നത് എവിടേക്കാണ്? ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വിജ്ഞാപനം വരുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് 43 തസ്തികകളിലേക്കുള്ള ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതും കേട്ടതുമാണ്. എങ്കിലും വീണ്ടും ഒന്നും കൂടി പറയുകയാണ്. അവയിൽ 5 തസ്തികകൾക്ക് റാങ്ക് പട്ടിക നിലവിലുള്ളതിനാൽ ബാക്കി 38 എണ്ണത്തിലാണ് പുതിയ വിജ്ഞാപനം തയ്യാറാക്കിയിരിക്കുന്നത്. വിശദമായ വിജ്ഞാപനം ഉടനുണ്ടാകും. പ്രധാന തസ്തികകളും ഒഴിവുകളും പറഞ്ഞിട്ടുണ്ട്. റൂം ബോയ് 118, സാനിറ്റേഷൻ വർക്കർ 115, വാച്ച്മാൻ 31, കൗബോയ് 30, LD ക്ലർക്ക് 23, അസിസ്റ്റന്റ് ലൈൻമാൻ 16, ഹെൽപ്പർ 14, ശാന്തി 12, വർക്ക് സൂപ്രണ്ട് 10, വിളക്ക് തുടയ്ക്കൽ 8, പ്ലംബർ 6. വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ഒഴിവുകളെ കുറിച്ചിട്ട്. അതാണ് ഏറ്റവും ആദ്യം, അതായത് ഈ സോഫ്റ്റ്വെയർ പുതുക്കൽ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന വിജ്ഞാപനം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള വിജ്ഞാപനമാണ്. ഇത്രയും തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നിസ്സാരമല്ല നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനിയും വേറെയും അല്ലേ, ഒറ്റത്തവണ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇതിനു പുറമെ മറ്റ് ദേവസ്വം ബോർഡുകളിലേക്കുള്ള ഒഴിവുകൾക്കും ബോർഡിൽ വിജ്ഞാപനം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർച്ചിൽ പുതിയ സോഫ്റ്റ്വെയറിൽ പുതുക്കൽ കഴിഞ്ഞതിന് ശേഷം പുതിയ സോഫ്റ്റ്വെയറും ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിജ്ഞാപനങ്ങളെല്ലാം ഉണ്ടാകും. ആദ്യം വരാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള വിജ്ഞാപനമാണ്. പിന്നീട് മറ്റ് ദേവസ്വങ്ങളിലേക്കുള്ള വിജ്ഞാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു സാധ്യതയല്ല. തീർച്ചയായിട്ടും ദേവസ്വം എക്സാംസിന് നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഉള്ള വിജ്ഞാപനം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അത് അധികം വൈകാതെ, അതായത് മാർച്ചിൽ തന്നെ വരുമെന്നാണ് ഈ വാർത്ത നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന് വേണ്ട ചിട്ടയായ ഒരു തയ്യാറെടുപ്പാണ് അല്ലേ. അപ്പോൾ ഈ എക്സാംസിന് വേണ്ട തയ്യാറെടുപ്പുകളാണ്. നമുക്കറിയാം ദേവസ്വം ബോർഡ് എക്സാംസിന് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഉത്രട്ടാതി ജലോത്സവം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൽ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഉത്രട്ടാതി ജലോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരിപ്പാടാണോ, കൂടൽമാണിക്യ ക്ഷേത്രമാണോ, ആറന്മുള ക്ഷേത്രമാണോ, അമ്പലപ്പുഴ ക്ഷേത്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലോത്സവമാണ് ഉത്രട്ടാതി ജലോത്സവം എന്ന് പറയുന്നത്. അത് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഉത്രട്ടാതി ജലോത്സവം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഏകാദശി എന്നാൽ എന്താണ്? നമ്മളെപ്പോഴും അല്ലേ ഗുരുവായൂരൊക്കെ ഗുരുവായൂർ ഏകാദശി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഏകാദശി എന്നാൽ എന്താണ്? എന്തിനെയാണ് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത്? വാവ് കഴിഞ്ഞു വരുന്ന 11ാമത്തെ ദിവസത്തിന് പറയുന്ന പേരാണ് ഏകാദശി. വാവ് കഴിഞ്ഞു വരുന്ന 11ാമത്തെ ദിവസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏകാദശി എന്ന് വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. ചാന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിൽ 11ാമത്തെ തിഥിയാണ് ഏകാദശി. അപ്പം ചാന്ദ്രമാസവുമായി ബന്ധപ്പെട്ട് അല്ലേ വാവ്, അവിടെ അതിലെ 11ാമത്തെ തിഥിനെയാണ് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത്.
അമാവാസിക്കും പൗർണമിക്കും ശേഷം 11ാമത്തെ തിഥിയായിട്ടാണ് ഏകാദശി വരുന്നത്. അപ്പോൾ അമാവാസിക്ക് ശേഷവും പൗർണമിക്ക് ശേഷവും വരുന്ന 11ാമത്തെ തിഥിനെ നമ്മൾ എന്ത് പറയും? ഏകാദശി എന്ന് പറയും. അപ്പോൾ അമാവാസിക്ക് ശേഷമാണോ വരുന്നത് അല്ലെങ്കിൽ പൗർണമിക്ക് ശേഷമാണോ വരുന്നത് എന്നനുസരിച്ചിട്ട് അതിനെ ഏതു പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും പറയുന്നു അല്ലേ. അപ്പോൾ ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും നമ്മൾ അതിനെ പറയുന്നുണ്ട്. അത് 2 പ്രാവശ്യം വരുന്നത് കൊണ്ട്, അതായത് അമാവാസിക്കും പൗർണമിക്കും ശേഷം വരുന്ന 11ാമത്തെ ദിവസത്തെ നമ്മൾ ഏകാദശി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അത് 2ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും. 2 ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നുണ്ട്. ഒരു വർഷത്തിൽ സാധാരണയായിട്ട് 24 ഏകാദശികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 2 ഏകാദശികൾ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നുണ്ട്. ഒരു വർഷത്തിൽ 24 ഏകാദശികൾ ഉണ്ടാകാറുണ്ട്. അടുത്തത് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം ഏതാണ്? അപ്പോൾ നമ്മുടെ 10 അവതാരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബലരാമൻ, നരസിംഹം, പരശുരാമൻ, ശ്രീരാമൻ, ഇതിലേതാണ് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം എന്ന് ചോദിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരം എന്ന് പറയുന്നത് പരശുരാമനാണ് കേട്ടോ. അപ്പോൾ പരശുരാമനാണ് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായിട്ട് പറയുന്നത് പരശുരാമനാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ എല്ലാവർക്കും അറിയാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി അല്ലേ. അതിൽ 6ാമത്തേത് ഏതാണ്? 6ാമത്തെ അവതാരം എന്ന് പറയുന്നത് പരശുരാമനാണ് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവതാരങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അടുത്തത് വിജ്ഞാപനം വരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പൂർത്തിയാക്കി എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ മാർച്ചിലേക്ക് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആ റിക്രൂട്ട്മെൻറ്റിൻ്റെ അത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്താണ്? ചിട്ടയായ പഠനമാണ് അല്ലേ. മുന്നിൽ വരുന്നത് വലിയൊരു അവസരമാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് മാത്രമല്ല മറ്റ് ദേവസ്വങ്ങളിലേക്ക് പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദേവസ്വം ബോർഡ് എക്സാംസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് എക്സാംസിലെ ഈ വാർത്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടികളുമായിട്ട് അടുത്ത തന്നെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിന് ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഈ അവസരങ്ങളെക്കുറിച്ചും ഈ സാധ്യതകളെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഒരു വെബിനാറുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിന് ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഈ ദേവസ്വം ബോർഡ് എക്സാംസിനെ കുറിച്ചും അതിൻ്റെ സിലബസിനെ കുറിച്ചും എങ്ങനെ പഠിച്ചാൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും എല്ലാം നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. CCയിലൂടെ നിങ്ങൾക്ക് ദേവസ്വം എക്സാംസിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ സിലബസ് ഉൾപ്പെടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, നോട്ട്സ്, ഇങ്ങനെ എല്ലാമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ CCയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അതല്ല എങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. നല്ല രീതിയിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ശകവർഷ മാസങ്ങളിൽ അവസാന മാസം ഏതാണെന്നാണ്. ശകവർഷ മാസങ്ങളിൽ അവസാന മാസം ഏതാണ്? ആഷാഢം, മാഘം, ഫാൽഗുനം, വൈശാഖം, ഇതിലേതാണ് അവസാനത്തെ മാസമായിട്ട് വരുന്നത്? ശകവർഷം നമ്മൾ കലണ്ടറിൽ കാണാറുണ്ട് അല്ലേ. എന്താണ് ശകവർഷത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ടാണ് ശകവർഷത്തെ കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഇനി ശകവർഷത്തിലെ അവസാനത്തെ മാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫാൽഗുനമാണ് കേട്ടോ. ഫാൽഗുണമാണ് ശകവർഷത്തിലെ അവസാനത്തെ മാസം എന്ന് പറയുന്നത്. ഏതാണ് ആദ്യത്തെ മാസം എന്ന് ചോദിച്ചാൽ ചൈത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മാസം ചൈത്രമാണ്. ആദ്യത്തെ മാസം
ചൈത്രമാണ്. അവസാനത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഫാൽഗുണമാണ്. ഓക്കെ, അപ്പം ശകവർഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് കണക്കാക്കുന്നുണ്ട്. അവിടുത്തെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് ചൈത്രമാണ്. അവസാനത്തെ മാസം എന്ന് പറയുന്നത് ഫാൽഗുണം എന്ന മാസമാണ്. ഓക്കെ, അപ്പം ശകവർഷം നമുക്ക് കലണ്ടറിലൊക്കെ കാണാറുണ്ട് അല്ലേ, ശകവർഷം കാണാറുണ്ട്. അപ്പം അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ദിവസം എക്സാംസ് തയ്യാറെടുക്കുന്നവർ എപ്പോഴും CCയിലോട് നിൽക്കുക. CCയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളുമായിട്ട് എല്ലാവരും റെഡിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.